കാശ്മീർ മാത്രമല്ല പാക് അധിനിവേശ കാശ്മീരും മാറുകയാണ്. ഒരു കാലത്ത് ഇന്ത്യക്കെതിരെ ഭീകരവാദ പ്രവർത്തനങ്ങളുടെ താവളമാക്കി മാറ്റിയൊരു സ്ഥലമായിരുന്നു ഇത്. പാകിസ്ഥാൻ അവിടെ നിരന്തരം ഭീകരവാദികളുടെ ഒരു നേഴ്സറിയാക്കി മാറ്റിയിരുന്നു. അവിടെ വലിയ മാറ്റം ഉണ്ടായിരിക്കുകയാണ്. ഇന്നലെ പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യ ദിനമായിരുന്നു. ആ ദിവസം വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭമാണ് പാക് അധിനിവേശ കാശ്മീരിൽ കണ്ടത്. നമുക്കറിയാം, കുറച്ചു ദിവസം മുൻപ് ഓപ്പറേഷൻ മഹാദേവുമായി ബന്ധപ്പെട്ട് ഭീകരവാദികളെ അവിടെ എത്തിച്ചപ്പോഴേ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു. ആ മാറ്റം ഇന്ത്യക്ക് അനുകൂലമല്ലേ? തീർച്ചയായിട്ടും. പാക് അധീന കാശ്മീരിൽ പാക് വിരുദ്ധ, എന്നാൽ ഇന്ത്യ അനുകൂല ഒരു പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുന്നു. അത് പെട്ടെന്ന് പൊട്ടിമുളച്ചതല്ല. അതിൻ്റെ പ്രധാന കാരണം പട്ടിണിയും തൊഴിലില്ലായ്മയും. ഒരു വികസനവുമില്ല. അവിടെ ജനങ്ങൾ പട്ടിണി കിടക്കുകയാണ്. അവർക്ക് തൊഴിലെടുക്കാനാകുന്നില്ല. അവിടുത്തെ തൊഴിൽ എന്ന് പറയുന്നത് ഭീകരവാദമാണ്. ഭീകരരെ ഉൽപ്പാദിപ്പിക്കുന്ന നഴ്സറികളും സ്കൂളുകളും കോളേജുകളും സർവകലാശാലകളുമാണ് POKയിൽ, പാക് അധീന കാശ്മീരിൽ അഥവാ പാക് ഓക്യുപ്പൈഡ് കാശ്മീരിൽ പ്രവർത്തിക്കുന്നത്. അത് പാകിസ്ഥാൻ്റെതല്ല, അത് നമ്മുടെ ഭൂമിയാണ്. അത് നമ്മുടെ ഭരണാധികാരികളുടെ കാശ്മീർ വിഷയം കൈകാര്യം ചെയ്തതിലെ ഉപേക്ഷ കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ അലംഭാവം കൊണ്ടോ സംഭവിച്ചു പോയതാണ് ഈ POK. അത് അവിടെ ഇന്ത്യയുടെ ഭരണമാണോ? അല്ല. പാകിസ്ഥാൻ്റെ ഭരണമാണോ? വ്യക്തമല്ല. അവിടെയുള്ളവർ ആര് പറയുന്നതനുസരിക്കും. അവർക്ക് ആര് തൊഴിൽ കൊടുക്കും? അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള വസ്തുവകകൾ, ഭക്ഷ്യധാന്യങ്ങൾ, അതുപോലെ കുടിവെള്ളം, ഇതൊക്കെ അവർക്ക് എവിടെ നിന്ന് കിട്ടും? ഇത് പ്രകൃതിയിലുണ്ട്, ഭൂമിയിലുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതെല്ലാം വ്യവസ്ഥാപിതമായി ജനങ്ങളിലേക്ക് എത്തണ്ടേ? രോഗം വന്നാൽ അവരെങ്ങോട്ട് പോകും ചികിത്സിക്കാൻ? അവരെ ഏത് ഡോക്ടർ ചികിത്സിക്കും? ഏത് ആശുപത്രിയിൽ ചികിത്സിക്കും? ഇതൊക്കെ ഒരു വലിയ ചോദ്യങ്ങളാണെന്നേ. ഇത് നേരിട്ടാലേ നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്തിനാണ് രാജ്യത്ത് ഭരണം, ഈ രാഷ്ട്ര വ്യവസ്ഥ, ഭരണകൂടം, സിസ്റ്റം ഒക്കെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്? ഭരണഘടന എന്തിനാണ്? ഇത് വളരെ കൃത്യമായിട്ട് വളരെ പുരാതന കാലം മുതലേ എങ്ങനെയാണ്? ഭരിക്കാൻ ഒരു രാജാവ് വേണം, ഒരു ഭരണകൂടം വേണം രാജ്യത്ത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാനുള്ള സേന വേണം, പോലീസ് വേണം. അനീതി നടന്നാൽ അത് ചോദ്യം ചെയ്യാനും അവർക്ക് നീതി വാങ്ങിക്കൊടുക്കാനുമുള്ള സംവിധാനം വേണം. ഇതൊക്കെ ഒരു പ്രദേശത്ത്, ഒരു ചെറിയൊരു ഗ്രാമമാണെങ്കിൽ പോലും അവിടെ വേണം. നമുക്കറിയാം, നമ്മുടെയൊക്കെ കൊച്ചു ഗ്രാമങ്ങളിൽ പഞ്ചായത്തുകളും ഈ ഗ്രാമത്തലവന്മാരും സർപഞ്ച് എന്നൊക്കെ ഹിന്ദിയിൽ പറയും. അങ്ങനെയൊക്കെ ഉള്ള വ്യവസ്ഥ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ഇതൊന്നും POKയിൽ ഇല്ല. അവിടെ ആകെ ഉള്ളതെന്ന് പറയാൻ ഈ പാക് ഭരണകൂടവും പാക് സൈന്യവും ഇട്ടുകൊടുക്കുന്ന അപ്പകഷ്ണങ്ങളാണ്. അവിടെ ഏതാണ്ട് 95 ലക്ഷം മനുഷ്യർ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് ഈ പാക് അധീന കാശ്മീർ എന്ന് പറഞ്ഞ് നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു ഭൂപ്രദേശം. അത് മുഴുവനും ഈ നമുക്ക് അവകാശപ്പെട്ട, ഭാരതത്തിന് അവകാശപ്പെട്ട ഭൂമി ഈ പാക് സൈന്യം, കാശ്മീർ ആക്രമിച്ച് കീഴടക്കാൻ വേണ്ടി വന്ന പാക് സൈന്യം നമ്മുടെ സേനയുടെ ഇടപെടൽ കൊണ്ട് തിരിഞ്ഞോടി. അങ്ങനെ ഓടി അവരൊരു നിശ്ചിത ദൂരം ഓടിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പിന്നെ പുറകെ പോയില്ല, പിന്നെ അവിടെ വെച്ചങ്ങ് നിർത്തി. എവിടെ ഓടിച്ചെന്നോ അവിടം തൊട്ട് അവരുടേതാക്കി. എന്നാൽ അത് പാകിസ്ഥാൻ ഔദ്യോഗികമായിട്ട് അവിടെ തെരഞ്ഞെടുപ്പ് നടത്താനും അവിടെ ഭരണവ്യവസ്ഥ കൊണ്ടുവരാനും അതിനെ നിയന്ത്രിക്കാനും അവിടുത്തെ കാര്യങ്ങൾ ഒന്നും സാധിച്ചിട്ടില്ല. ഇപ്പോഴും അതൊരു തർക്കപ്രദേശമായിട്ട് നിൽക്കുകയാണ്. ഇത് വാസ്തവം പറഞ്ഞാൽ നരേന്ദ്രമോദി പറഞ്ഞതുപോലെ പാക് അധീന കാശ്മീരിൽ നിന്ന് പാകിസ്ഥാൻ സമ്പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു പോകണം. രാജ്നാഥ് സിംഗ് പറഞ്ഞു, അത് ഭാരതത്തിന് അവകാശപ്പെട്ടതാണ്, നമുക്കത് വിട്ടുതരണം. പണ്ട് കാർഗിൽ യുദ്ധത്തിൽ നമ്മുടെ സേന അടിച്ചു കയറി പാക് സൈന്യത്തെ തുരത്തി ഓടിച്ച് പിന്നെ അവരുടെ മണ്ണിലേക്ക് പ്രവേശിച്ചു. ആ മണ്ണിലേക്ക് പ്രവേശിച്ച് ഒരു നിശ്ചിത ദൂരം ചെന്നു കഴിഞ്ഞപ്പോഴാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. അന്ന് നമ്മുടെ സൈന്യം പറഞ്ഞു, ഇവിടം വരെ, ഈ പിടിച്ചെടുത്ത മണ്ണ് വരെ നമ്മൾ വിട്ടുകൊടുക്കില്ല. അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി വാജ്പേയി പറഞ്ഞു, അത് നമ്മുടെ ഭൂമിയാണ്. യുദ്ധം തുടങ്ങി വെച്ചത് നമ്മളല്ല, അവരാണ്. അത് നമ്മുടെ ഭൂമിയാണ്, അത് നമുക്ക് അവകാശപ്പെട്ടതാണ്. നിങ്ങൾ അവിടെ തന്നെ ഇന്ത്യൻ പതാക നാട്ടു, 1 ഇഞ്ച് ഭൂമി പോലും വിട്ടുകൊടുക്കരുത് എന്നാണ് അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന AB വാജ്പേയി പറഞ്ഞത്. ഇന്ന് നരേന്ദ്രമോദി പറയുന്നു, ഞങ്ങൾക്കൊരു രക്തച്ചൊരിച്ചിലിന് ആഗ്രഹമില്ല, ഞങ്ങൾക്കതിൽ താല്പര്യമില്ല, ഞങ്ങൾ യുദ്ധക്കൊതിയന്മാരല്ല, യുദ്ധവെറിയന്മാരല്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങോട്ട് ഒരു ആക്രമണം നടത്താൻ വരുന്നില്ല,
മാനം മര്യാദയ്ക്ക് ആ ഭൂമി വിട്ടു നിന്നിട്ട് നിങ്ങൾ മടങ്ങിപ്പോവുക. ഇത് അവിടുത്തെ ജനങ്ങൾ തന്നെ ആവശ്യപ്പെടുന്നു. ഈ ഭൂമി പാകിസ്ഥാൻ വിട്ടു പോകണം, പാക് സൈന്യം ഇവിടുന്ന് വിട്ടുപോകണം, പാക് ഭരണകൂടത്തിന് ഇവിടെ യാതൊരു അവകാശങ്ങളുമില്ല, ഇത് ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു കൊള്ളാം. കാരണം പട്ടിണിയും പരിവട്ടവുമാണ്. കുട്ടികൾക്ക് പഠിക്കാൻ വിദ്യാലയങ്ങളില്ല, അവർക്ക് കുടിവെള്ളം കിട്ടുന്നില്ല, ആഹാരമില്ല, ഭക്ഷ്യവസ്തുക്കൾ ലഭിക്കുന്നില്ല, അവിടെ കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. നിരന്തരം വെടിയുച്ചകൾ മാത്രം മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഭൂപ്രദേശമായിട്ട് അല്ലെങ്കിൽ ഒരു താഴ്വരയായിട്ട് അത് മാറിയിരിക്കുകയാണ്. അവർ ശരിക്കും കാശ്മീരികളാണ്. അത് കാശ്മീരിന്റെ മണ്ണാണ്. അത് കാശ്മീരുമായിട്ട് കൂട്ടിച്ചേർക്കേണ്ടതാണ്. അവർക്ക് കാശ്മീരുമായിട്ട് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി ആയിരിക്കുമല്ലോ. കാരണം എല്ലാ കാലത്തും ആ കാശ്മീരിനെ, പാക് അധിനിവേശ കാശ്മീരിനെ എന്ന് സംഘർഷ ഭൂമിയാക്കി മാറ്റണമെന്നായിരുന്നു അവരുടെ ചിന്ത. പക്ഷേ ഇപ്പോൾ സംഘർഷ ഭൂമി തന്നെയാണ് പാകിസ്ഥാനെതിരെ എന്ന് മാത്രം. അതെ, ഇന്നിപ്പോൾ കാശ്മീർ സമാധാനത്തിലേക്കും ശാന്തിയിലേക്കും മടങ്ങി വന്നിരിക്കുന്നു. അവിടുത്തെ ജനങ്ങൾ തൊഴിലെടുത്ത് ജീവിക്കുന്നു. അവിടെ ടൂറിസം ഒരു വലിയ വ്യവസായമായി വളർന്നിരിക്കുന്നു. അവിടെ ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. വൈകാതെ കാശ്മീരിൻ്റെ സമ്പൂർണ്ണ സംസ്ഥാന പദവിയും ലഭ്യമാകും. നമുക്കതിനെക്കുറിച്ച് ഇപ്പോൾ വിശദമായിട്ട് സുപ്രീം കോടതി 8 ആഴ്ചയ്ക്കുള്ളിൽ മറുപടി കൊടുക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷെ സുരക്ഷാ കാരണങ്ങൾ കൊണ്ടാണ് അതിങ്ങനെ പോകുന്നത് എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നത് മുഖവിലക്കെടുക്കാതിരിക്കാനാകില്ല. നമ്മൾ ഏറ്റവും ഒടുവിൽ പഹൽഗാമിൽ പോലും കണ്ടതാണ്. അപ്പോൾ അതൊഴിച്ചു നിർത്തിയാൽ കാശ്മീർ സമാധാനമാണ്, ശാന്തിയാണ്, അവിടെ ജനങ്ങൾ സ്വൈരമായി ജീവിക്കുന്നു. ഇത് തന്നെയല്ലേ POKയിലും വേണ്ടത്. പാക് അധീന കാശ്മീരിൽ നിന്ന് ഈ പാക് അധീനം അങ്ങ് എടുത്തു മാറ്റിയാൽ മതി, PO അങ്ങ് എടുത്തു മാറ്റിയാൽ മതി, അത് കാശ്മീരായി. ആ കാശ്മീരിൽ ഇപ്പോൾ വൻ പ്രക്ഷോഭം നടക്കുന്നു. എന്താ, നിങ്ങളിവിടം വിട്ടു പോകണം, ഞങ്ങൾ എങ്ങനെയെങ്കിലും കാശ്മീരികളോടൊത്ത് ജീവിച്ചു കൊള്ളാം. ഇതാണ് കാരണം. അപ്പുറത്ത് തൻ്റെ അയൽക്കാരൻ നല്ല ഭക്ഷണം കഴിക്കുന്നു, നല്ല വസ്ത്രം ധരിക്കുന്നു, അവൻ്റെ കുട്ടികൾ നല്ല സ്കൂളിൽ പോയി നല്ല വിദ്യാഭ്യാസം നേടുന്നു, അവിടെ റോഡുകൾ, പാലങ്ങൾ, തീവണ്ടികൾ, അതുപോലെ വിമാനത്താവളം ഇതൊക്കെ വരുന്നു. ഇത് കാണുന്ന ജനതയ്ക്ക് സ്വാഭാവികമായിട്ടും ആഗ്രഹം ഉണ്ടാകില്ലേ നമ്മുടെ നാട്ടിലും ഇതൊക്കെ വേണമെന്ന്? അതുകൊണ്ടാണ് അവർ പാകിസ്ഥാനെ തുരത്തി ഓടിക്കാൻ ശ്രമിക്കുന്നത്. വലിയ പ്രക്ഷോഭം നടന്നു, സൈന്യം ഇറങ്ങി, ക്രൂരമായി അടിച്ചമർത്തി, സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധന്മാരെയും വരെ തല്ലിച്ചതച്ചു, നേതാക്കളെ തുറങ്കലടിച്ചിരിക്കുകയാണ്. ഇത് എത്ര കാലം മുന്നോട്ട് പോകും? ഈ ബാൾട്ടിസ്ഥാനിൽ നടക്കുന്ന, ഗിൽജിത്ത് ബാൾട്ടിസ്ഥാനിൽ നടക്കുന്ന പ്രക്ഷോഭം പാകിസ്ഥാൻ എത്ര കാലം കണ്ടില്ലെന്ന് വയ്ക്കാൻ പറ്റും? ബലൂചിസ്ഥാനിൽ നടക്കുന്ന പ്രക്ഷോഭം എത്ര നാൾ അവർക്ക് മറച്ചു വെക്കാൻ പറ്റും? അമേരിക്കയെ കൊണ്ട് ബലൂജ് വിമോചന പോരാളികളെ ഭീകരന്മാരെന്നൊക്കെ പ്രഖ്യാപിപ്പിച്ചു. പക്ഷെ അമേരിക്ക മാത്രം പ്രഖ്യാപിച്ചാൽ പോരല്ലോ, അത് ലോകം കൂടി അംഗീകരിക്കേണ്ടല്ലേ? അങ്ങനെയൊക്കെ പ്രഖ്യാപിച്ചു. പക്ഷേ പാകിസ്ഥാൻ ഒന്ന് മനസ്സിലാക്കണം, നിങ്ങൾ തുണ്ടം തുണ്ടമായി വെട്ടി അരിയപ്പെട്ട് കഷ്ണങ്ങളായിട്ട് ചിതറിത്തെറിക്കാൻ പോവുകയാണ്. അതിന് കാരണം നിങ്ങളാണ്, നിങ്ങളുടെ അവിടുത്തെ സൈന്യമാണ്, നിങ്ങളുടെ മതവെറിയാണ്, നിങ്ങളുടെ യുദ്ധവെറിയാണ്. അതേസമയം ഇപ്പുറത്ത് നോക്കൂ, മതത്തിനല്ല ജനങ്ങളുടെ ക്ഷേമത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ജനകീയമായ സർക്കാരുകളാണ് ഭരിക്കുന്നത്, തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരുകളാണ്, ജനാധിപത്യത്തിൻ്റെ ശക്തിയാണത്. അവിടെ കാശ്മീരിൽ ഇന്ന് മനുഷ്യൻ സമാധാനമായി ജീവിക്കുന്നു. തൊട്ടപ്പുറത്ത് കിലോമീറ്ററുകൾക്കപ്പുറത്ത് മനുഷ്യൻ പരസ്പരം കൊന്നും വെന്നും ജീവിക്കുന്നു. ഈ വ്യത്യാസം ലോകം മുഴുവനും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജനം അനുഭവിക്കുന്നതിനൊരു പരിധിയുണ്ട്. ഒരു പരിധി കഴിഞ്ഞാൽ അവർ പൊട്ടിത്തെറിക്കും. അതാണ് POKയിൽ നമ്മൾ കാണുന്നത്. അവിടുത്തെ ജനങ്ങൾ ഈ അധിനിവേശ ശക്തിയെ, ഈ അപ്പുറത്തുനിന്ന് മതം പറഞ്ഞ് അധിനിവേശം നടത്തി മണ്ണ് പിടിച്ചെടുക്കാൻ വന്ന ശക്തിയെ അവർ പുറങ്കാലിന് തൊഴിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സമരത്തെ നിങ്ങൾക്ക് അടിച്ചമർത്താൻ സാധിക്കില്ല. ഈ സമരത്തെ സ്ത്രീകളും കുട്ടികളും വൃദ്ധ ജനങ്ങളും ഉൾപ്പെടെയുള്ളവർ തെരുവിലിറങ്ങി നടത്തുന്ന സമരത്തെ, അതും നിങ്ങളുടെ സ്വാതന്ത്ര്യ ദിനത്തിൽ തന്നെ അതിശക്തമായ സമരം അവർ നടത്തിയെങ്കിൽ, നിങ്ങളുടെ മൂക്കിന് താഴെ നിങ്ങളുടെ സർവ്വ അധികാരത്തിനെയും വെല്ലുവിളിച്ചുകൊണ്ട് ഏറ്റവും വലിയ പ്രതിഷേധം അവർക്ക് ഉയർത്താൻ സാധിച്ചെങ്കിൽ, നിങ്ങൾ ഓർക്കുക, അസിം മുനീറും ഷഹബാസ് ഷെരീഫും ഇമ്രാൻഖാനും നവാസ് ഷെരീഫും തുടങ്ങി പാക് രാഷ്ട്രീയത്തിലെ, പാക് സൈന്യത്തിലെ സർവമാന പേരും കേൾക്കേണ്ടതാണ് അവരുടെ ശബ്ദം. നിങ്ങൾക്ക് അധികകാലം അവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. നിങ്ങളുടെ കൈവിലങ്ങുകൾ അവർ പൊട്ടിച്ചെറിയുക തന്നെ ചെയ്യും. അത് ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ മറ്റന്നാൾ അത് കാശ്മീരിനൊപ്പം ചേരും. അഖണ്ഡ ഭാരതമായി അത് മാറുകയും ചെയ്യും.